വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതിൽ വിദ്യാർത്ഥി നേതാവെന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും തൻ്റെ ശക്തിയും കരുത്തും നിശ്ചയദാർഢ്യവും തെളിയിച്ച ഒരു നേതാവാണ്. ആരാണ് മുഖ്യമന്ത്രി എന്ന തർക്കം അവസാന നിമിഷം വരെ തുടർന്നു. സ്വാഭാവികമാണ്, കോൺഗ്രസിൽ UDF അതൊക്കെ ഉണ്ടാകും. അതോടൊപ്പം ഇതിനു മുമ്പൊക്കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി, ഇ കെ നായനാർ അങ്ങനത്തെ അതിപ്രഗത്ഭരായ ആളുകൾ നയിച്ച ഒരു കേരളമാണ്. അതിൻ്റെ പിന്തുണക്കാരനായി ഒരു കരുത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞങ്ങളെ പല കാര്യത്തിലും യോജിക്കുകയും വിയോജിക്കുകയും ചെയ്തിട്ടുണ്ട്. സതീശൻ വരുന്നത് അദ്ദേഹത്തിന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. 5 വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. സതീശൻ എൻ്റെ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ 2001 അദ്ദേഹം പറവൂര് മത്സരിക്കാൻ വന്ന സന്ദർഭം മുതൽ എനിക്ക് അടുത്ത ബന്ധമുണ്ട്. ഒരു വിദ്യാർത്ഥി നേതാവെന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും തൻ്റെ ശക്തിയും കരുത്തും നിശ്ചയദാർഢ്യവും തെളിയിച്ച ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഈ യാത്ര അത്ര സുഗമമായിരുന്നില്ല. 102 അംഗങ്ങളോടുകൂടി UDF അധികാരത്തിൽ വന്നെങ്കിലും ആരാണ് മുഖ്യമന്ത്രി എന്ന തർക്കം അവസാന നിമിഷം വരെ തുടർന്നു. സ്വാഭാവികമാണ്, കോൺഗ്രസിൽ UDF അതൊക്കെ ഉണ്ടാകും. ഇനി അദ്ദേഹം മുഖ്യമന്ത്രിയായതിനെ തുടർന്ന് എല്ലാവരും യോജിച്ച് ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി, രാഷ്ട്രീയമായ ഭിന്ന ചിന്താഗതിയല്ല, എല്ലാവരും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി മുഖ്യമന്ത്രി ശക്തി പകർന്ന് മുന്നോട്ട് പോകണം. രാഷ്ട്രീയമായ അഭിപ്രായത്തിൽ സ്വാഭാവികമായിട്ടും വരാം. അത് രാഷ്ട്രീയമായി കാണുകയും വികസന കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. കഴിഞ്ഞ 10 വർഷക്കാലം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വികസനത്തിൽ പിണറായി വിജയൻ എടുത്ത ആ മാർഗം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ചിന്താഗതികൾ, അത് ഇതിനൊരു വഴികാട്ടിയായി മാറട്ടെ എന്നാണ് എൻ്റെ ആശംസ. അതോടൊപ്പം ഇതിനു മുമ്പൊക്കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി, ഇ കെ നായനാർ അങ്ങനത്തെ അതിപ്രഗത്ഭരായ ആളുകൾ നയിച്ച ഒരു കേരളമാണ്. അതിൻ്റെ പിന്തുണക്കാരനായി ആണ് സതീശൻ വരുന്നത്. അദ്ദേഹത്തിന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ആദ്യം പറവൂര് മത്സരിക്കാൻ അന്ന് പരാജയപ്പെട്ടതാണ്. പക്ഷേ അവിടെ തന്നെ നിന്ന് പ്രവർത്തിച്ചു. അങ്ങനെ ഒരു കരുത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ പല കാര്യത്തിലും യോജിക്കുകയും വിയോജിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മാന്യത കാണിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ വിളിക്കും, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്, കാണാനുണ്ട്. ഞാൻ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡൻ്റായിരുന്നപ്പോൾ എനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിൽ 2019. അപ്പോൾ സതീശൻ പറയും, മാഷ് ഞാൻ വന്ന് കാണാം. അങ്ങനെ ഞാൻ താമസിക്കുന്ന മസ്കറ്റ് ഹോട്ടലിലാണെങ്കിലും അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിലാണ് എന്നെ വന്ന് കാണുക ചെയ്തിട്ടുള്ളത്. ഒരു മാന്യത, ഒരു ഗുരുനാഥൻ എന്ന നിലയിൽ മാന്യത, അത് ആ മാന്യത എല്ലാ കാര്യത്തിലും ഒരു പക്വത സതീശനുണ്ട്.